ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ കമന്റ്സ് നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ എനിക്ക് അറിയുന്നതാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന് മുന്നേ തന്നെ ഞാൻ പറയട്ടെ, ഈ നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം എല്ലാവർക്കും ഈ ഓപ്ഷൻ വന്നിട്ടില്ല. ഫേസ്ബുക്ക് ഇങ്ങനെ ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അക്കൗണ്ടിലും ഈ ഒരു ഓപ്ഷൻ ഓണാക്കാനുള്ള ഓപ്ഷൻ തരുമെന്നാ ഫേസ്ബുക്ക് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് എന്നാണെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു കാര്യത്തിന് റിക്വസ്റ്റ് ചെയ്താൽ ഫേസ്ബുക്ക് ചിലപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഇതിപ്പം അൺഅവൈലബിൾ എന്നാണ്. അതൊക്കെ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. നമ്മൾ ബോണസിന് വേണ്ടി ബോണസ് കിട്ടാത്തവർ, നമ്മുടെ അതുപോലെ റീൽസിന്റെ ഓപ്ഷൻ ഇനേബിൾ ആകാത്തവർ, നമുക്ക് എലിജിബിൾ ഒക്കെ ആകാൻ തക്കവണ്ണമുള്ള ഫോളോവേഴ്സ് വാച്ചവറൊക്കെ ആയിട്ട് പോലും നമുക്കിതൊന്നും ഇനേബിൾ ആയി കിട്ടാത്തവരുണ്ട് അല്ലേ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ബോണസ് നമുക്ക് ഇൻവിറ്റേഷൻ ആയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ തന്നെ എനിക്കുണ്ടായിരുന്ന ഒരു 3 പേജിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എൻ്റെ ബോണസിനും റീൽസിനും ഒക്കെ ആയിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ അതിൽ ഒരു പേജിൽ എനിക്ക് ബോണസ് ഇനേബിളായി കിട്ടി. ഈ റിക്വസ്റ്റ് നിങ്ങളുടെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബാക്കി 2 അക്കൗണ്ടിലേക്ക് എനിക്ക് വന്നേക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പം ഇത് അവൈലബിൾ അല്ല, പക്ഷേ എല്ലാവർക്കും ഇത് അവൈലബിൾ ആക്കി തരുമെന്നാണ് ഫേസ്ബുക്ക് അതിനകത്ത് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും, ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും, ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് തന്നെയാണ് ഫേസ്ബുക്ക് നമ്മുടെ ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കുന്ന ഓപ്ഷന് വേണ്ടി തന്നേക്കുന്നത്. റാൻഡംലി ആണ് അവർ സെലക്ട് ചെയ്യുന്നത്. കുറച്ച് പേരെ സെലക്ട് ചെയ്യും അവർക്കായി കഴിഞ്ഞാൽ. കാരണം ഇത്രയും മില്യൺസ് ആൾക്കാർ വേൾഡിൽ മുഴുവനുള്ള ആൾക്കാർ ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നൊക്കെ പറയുന്ന സാധനം അല്ലേ. അപ്പോൾ എന്നിട്ട് ചിലരൊക്കെ വന്നുകൊണ്ട് പിന്നെ ഇതൊക്കെ കുറെ ശ്രമിച്ചിട്ടുണ്ട്. ശരിയാണ്, കുറെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ 1-2 ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് പറയുന്ന സംഭവമില്ല. റിപ്പോർട്ട് എ പ്രോബ്ലം ഞാൻ അതും എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് എ പ്രോബ്ലമിൽ പോയിട്ട് എനിക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല, ക്യാൻ യു പ്ലീസ് ആഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ ഒരു പക്ഷേ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിലും എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ, ഇനിയിപ്പോൾ നമുക്കിത് ഓപ്ഷൻ ഇതിന് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഈ ഫേസ്ബുക്കിന്റെ എന്തെങ്കിലും ഇവർ ഓണാക്കി തരും. അപ്പൊ അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നാൽ ഈ ബാക്കിയുള്ളവരെല്ലാം ഏൺ ചെയ്യുന്നു, ഫേസ്ബുക്ക് പേജിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു, അവര് റീച്ച് ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സ്ഥാനത്ത് നമ്മളിങ്ങനെ ലേസി ആയിട്ടിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പാരലായിട്ടൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക. അതായത് അക്കൗണ്ട് അല്ല, ഫേസ്ബുക്ക് പേജായിട്ട് ഡയറക്റ്റ് പേജായിട്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട് വരുന്ന ക്രിയേറ്റേഴ്സിനോടെല്ലാം എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് റീൽസ് തന്നെയായിരിക്കും നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ പേജ് റീച്ച് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റീൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റീൽസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ റീൽസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ് ആയിരിക്കണം. നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ എടുത്തിടാം, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ ഇടുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റിയും എല്ലാം ഒത്തു വരണം കേട്ടോ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചില വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോസ് റീച്ച് ചെയ്യുന്ന കണ്ട, പക്ഷെ അതിലൊരു കണ്ടന്റ് കാണും, എന്തെങ്കിലും ഒരു തമാശയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം അതിനകത്ത് കാണും. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഒരു കണ്ടന്റിനകത്തുണ്ടെങ്കിൽ മാത്രമേ അത് റീച്ച് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ള കണ്ടന്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഗ്യാരണ്ടിയാണ് 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേജ് മോണിറ്റൈസ്. എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. എൻ്റെ 2-3 പേജ് ഞാൻ സെക്കൻഡ് 3rd പേജൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് 1 മാസത്തിൽ തന്നെ എനിക്കും മോണിറ്റൈസ് ആക്കിയിട്ട് നെക്സ്റ്റ് മന്തിൽ തന്നെ എനിക്കും അതിൻ്റെ റവന്യൂ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള പേജ് ഉണ്ട് എനിക്ക്. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് പാട്ടിൻ്റെ ചാനൽ പേജ് ഓൾറെഡി എനിക്കുണ്ട്, അതിനകത്ത് അത്യാവശ്യം റീച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കിന്ന് വ്ളോഗ് ഇടണമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫേസ്ബുക്ക് ഈ യൂട്യൂബ് ചാനൽ ഉള്ളതുപോലെ തന്നെയാണ് ഈ യൂട്യൂബ് ചാനൽ സെക്കൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചു ഫേസ്ബുക്കിൽ അപ്പോൾ എനിക്ക് വ്ളോഗൊക്കെ ഇടാനായിട്ട് വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആദ്യം ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു, മോണിറ്റൈസ് ആയി കിട്ടി. പിന്നെ ഞാൻ വെച്ചത് കൊള്ളാലോ, നല്ലതാണല്ലോ. ഇൻ കേസ് അതിൻ്റെ മോണിറ്റൈസേഷൻ പോയാൽ നമുക്ക് വേറൊരെണ്ണം സെക്കൻഡറി ഇരിക്കട്ടെ. വീണ്ടും അടുത്ത പേജ് ക്രിയേറ്റ് ചെയ്തു, അതും ഇങ്ങനെ ഇട്ടു, മോണിറ്റൈസ് ആയി. പിന്നെ അപ്പം ഒരു 2-3 പേജ് ഇപ്പം മോണിറ്റൈസ് ആയത് തന്നെയുണ്ട്. അപ്പം നമുക്ക് ഒരു പേജിൽ നിന്ന് 1 മാസം റവന്യൂ കുറവാണെങ്കിൽ അടുത്ത പേജ് കൂടെ കോമ്പൻസേറ്റ് ചെയ്താൽ നമുക്ക് അറ്റ്ലീസ്റ്റ് $100 കിട്ടില്ല. അപ്പം ഭയങ്കര സന്തോഷമല്ലേ. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു പൈസ കിട്ടുക ശരിക്കും
ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് ജോലി ചെയ്തിട്ട് എങ്ങനെ വേണേലും പൈസ ഉണ്ടാക്കാം അല്ലേ? ഒരു ചുമട്ടുതൊഴിലാളിയായിട്ട് പോയാലോ അല്ലെങ്കിൽ നമുക്കൊരു വീട്ടിലെ പണിക്ക് പോയാലൊക്കെ നമുക്ക് പൈസ കിട്ടും. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് ശരിക്കും എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം നിങ്ങൾ ആ വഴിക്ക് തന്നെ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് പേജിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ആകാനുള്ള ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരട്ടെ അന്ന് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട. പാരലായിട്ട് നിങ്ങൾ വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ടുണ്ട്. ഐ റെക്കമെൻഡ് ഉള്ളി റീൽസ്. നിങ്ങൾ ആദ്യം റീൽസ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുക. റീൽസിൽ റീച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ലോങ് വീഡിയോസ് ഇട്ട് കൊടുക്കാം. കാരണം റീൽസ് മാത്രമാണെങ്കിലും നമുക്ക് മോണിറ്റൈസ് ആക്കാനുള്ള വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇൻസ്ട്രീം ആഡ് മോണിറ്റൈസ് ആക്കി എടുക്കണമെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞത് 5 ലോങ് വീഡിയോ അതിനകത്ത് ഇട്ടിരിക്കണം. 5 ലോങ് വീഡിയോ നമ്മുടെ പേജിൽ ഇട്ടിരിക്കണം. നമ്മൾ ഇൻസ്ട്രീമിന് മോണിറ്റൈസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കൺഫ്യൂഷൻ ആകില്ല. നമ്മുടെ റീൽസിന്റെ വാച്ച് അവർ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി എടുക്കും. പക്ഷേ റീൽസ് മാത്രം ഇട്ടാൽ ഇൻസ്ട്രീം ആഡ് നമുക്ക് മോണിറ്റൈസ് ആക്കി എടുക്കാൻ പറ്റില്ല. ഏറ്റവും കുറഞ്ഞ 5 വീഡിയോ ഇട്ടിരിക്കണം. അപ്പം നിങ്ങൾ റീൽസ് ഇട്ട് കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരുന്നോളൂ, നിങ്ങൾക്ക് വാച്ച് അവർ കിട്ടും. നിങ്ങൾക്ക് നല്ല ഫോളോവേഴ്സ് കയറും. നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമേ ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഇല്ല, ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി കമന്റ് ഞാൻ ആ ഇട്ടേക്കുന്ന വീഡിയോയുടെ അടിയിൽ വന്നേക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റത്തില്ല, ഇന്നതുപോലൊക്കെ ചെയ്യൂ എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ട്രൈ ചെയ്യുക. നമുക്ക് അതിൻ്റെ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പേജ് സ്റ്റാർട്ട് ചെയ്യുക, ആ പേജിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു കാരണം, അല്ലെങ്കിൽ നിങ്ങൾ ആ റിപ്പോർട്ട് പ്രോബ്ലം എന്ന് പറയുന്ന സംഗതി അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, ആവർത്തന വിരസത തോന്നൂല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 1-2 കമൻറ്റും കൂടെ വായിക്കാം, കാരണം ലെങ്തി ആയിപ്പോയി വീഡിയോ. FBയിൽ 70,000 വ്യൂസ്, 15K ഫോളോവേഴ്സ് ആയിട്ട് ഇതുവരെ ആഡ്സ് ആൻഡ് ബോണസ് ഓപ്പൺ ആയിട്ടില്ല. എന്താ ചെയ്യുക? ഇത് തന്നെയാണ് കേട്ടോ. ബോണസ് എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമല്ല, റാൻഡംലി സെലക്ട് ചെയ്ത്. എൻ്റെ ഒരു പേജിന് ബോണസ് കിട്ടിയിട്ട് അടുത്ത മാസം എനിക്ക് ആ ബോണസ് ഇല്ല. ചില സമയത്തൊക്കെ നമുക്കത് തരത്തുള്ളൂ ഫേസ്ബുക്ക്. അപ്പം നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ബോണസിന് ഇൻവിറ്റേഷൻ കിട്ടും. അത് ഇൻവിറ്റേഷൻ പ്രോഗ്രാമാണ്. ബോണസ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും, റീൽസ് എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. റീൽസ് നേരത്തെ ഇതുപോലെ ഇൻവിറ്റേഷൻ പ്രോഗ്രാം ഉണ്ട്. കുറേ നാൾ റീൽസിൻ്റെ മോണിറ്റൈസേഷനെ കഴിഞ്ഞിട്ടാണ് എനിക്ക് റീൽസിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയത്. അപ്പോൾ ഈ ബോണസ് എന്ന് പറയുന്നത് ഇപ്പം ഇൻവിറ്റേഷൻ പ്രോഗ്രാമായിട്ട് അവർ ചെയ്യുന്നത്, അതും അവർ ഒരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്യുന്ന കേട്ടോ, എല്ലാവർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. എൻ്റെ ഒരു പേജിനകത്താണെങ്കിൽ 5 ലക്ഷത്തിൽ കൂടുതൽ വാച്ച് അവർ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ബോണസും ഇല്ല, ഇൻസ്ട്രീം ആഡ് ബാക്കിയെല്ലാം വന്നിട്ടുണ്ട്, ബോണസ് എനിക്ക് വന്നിട്ടില്ല. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് സമാധാനിക്കാമല്ലോ. അടുത്തത്, ഹായ്, ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്തു, ബട്ട് മെയിൻ അക്കൗണ്ട് സ്വിച്ച് ചെയ്യാൻ പറയുന്നു, എന്ത് ചെയ്യും? മെയിൻ അക്കൗണ്ട് സ്വിച്ച് ചെയ്യാൻ പറഞ്ഞത്, സ്വിച്ച് അക്കൗണ്ട് ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് നിങ്ങൾക്ക് കയറണം. ആ പേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോസ്റ്റ് ഇടണം എന്നുണ്ടെങ്കിലാണ് ഈ സ്വിച്ച്. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കും കൺഫ്യൂഷൻ ആകുന്നത്. ഈ സ്വിച്ച് അക്കൗണ്ട് എന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെയാണോ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെ ഫേസ്ബുക്ക് പേജ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിച്ച് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സ്വിച്ച് അക്കൗണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പേജിൽ ഡയറക്റ്റ് കയറിയിട്ട് അതിനകത്ത് പോസ്റ്റുകൾ ഇടാം, എല്ലാം ചെയ്യാം. വീണ്ടും സ്വിച്ച് ഇപ്പുറത്തേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ കയറാം. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകേണ്ട ഒരു പ്രോബ്ലവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകല്ലത്. ഓക്കെ, ഡയറക്റ്റ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അനൂപ് ചോദിച്ചിരിക്കുന്നത്, റീൽസ് അല്ലാതെ ഫോട്ടോസ് ടെക്സ്റ്റ് കോപ്പി ഇട്ടാൽ അൺഒറിജിനൽ കണ്ടന്റ് വരുമോ? റീൽസ് വേണമെങ്കിൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ബട്ട് ഇന്നലെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു, അപ്പോഴേക്കും മോണിറ്റൈസേഷൻ അൺഒറിജിനൽ കണ്ടന്റ് ആയി. റിപ്ലൈ തരണേ. ഫോളോ ബട്ടൺ കാണുന്നില്ല, ലൈക്ക് ബട്ടൺ ആണ് പേജ് വ്യൂ നോക്കുമ്പോൾ കാണുന്നത്. ചേഞ്ച് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ബട്ട് ഇതുവരെ വന്നില്ല. ആദ്യത്തെ അതിൻ്റെ റീൽസ് അല്ലാതെ ഫോട്ടോസ് ടെക്സ്റ്റ് ഇതെല്ലാം ഇട്ടാൽ അൺഒറിജിനൽ കണ്ടന്റ് വരുമോ? തീർച്ചയായിട്ടും വരും. റീൽസ് അല്ലാതെ ഫോട്ടോ ഇട്ടാലും അൺഒറിജിനൽ കണ്ടന്റ് വരും. നിങ്ങളുടേതല്ലാത്ത വേറെ ആരുടെയെങ്കിലും ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ടാലും അത് അൺഒറിജിനൽ കണ്ടന്റ് വരും കേട്ടോ. നിങ്ങളുടേതായ എന്തെങ്കിലും അതിന് ചേഞ്ചസ് വരുത്താതെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അതിന് ഇതെല്ലാം, കാരണം റവന്യൂ കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. നേരത്തെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പം നമ്മളൊരു ഫോട്ടോ ഇട്ടാലും അതിന് ബോണസ് പ്രോഗ്രാം ഉണ്ട്, അതിന് സ്റ്റാർസ്, ഒരു ഫോട്ടോയ്ക്ക് സ്റ്റാർസ് ഇനേബിൾ ആയിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണിക്കുക, സ്റ്റാർ വീഡിയോയുടെ അകത്ത് അല്ലെ ഫോട്ടോയുടെ അകത്തൊക്കെ തന്നെ. ഇതൊക്കെ നമുക്ക് റവന്യൂ ഏൺ ചെയ്യാൻ പറ്റിയ ഒരു സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ ഇട്ടാലും നിങ്ങൾ വേറെ ആരെങ്കിലും ഇട്ട് ടെക്സ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലും ഇതിനെല്ലാം അൺഒറിജിനൽ അല്ലെങ്കിൽ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഇതെല്ലാം വന്നിരിക്കും. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ വേറെ ആരുടെ ഒരു സാധനവും ഇടരുത് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, ഇടുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ പോകും.
ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ആ ഇട്ടേക്കുന്ന ആ ആള് നമുക്ക് സ്ട്രൈക്കും കൂടെ തരുവാണെങ്കിൽ നമ്മുടെ പേജിന്റെ കാര്യം പോക്കായി. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് പതുക്കെ പതുക്കെ നമുക്ക് വളർന്നാലും വേണ്ടിയില്ല, നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് മാത്രം ഇടുക. മറ്റുള്ളവരുടെ കണ്ടന്റ് ഇടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് എഡിറ്റോ റിയാക്ഷനോ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം ഇടാൻ. ഓക്കെ. പിന്നെ ഫോളോ ബട്ടൺ കാണുന്നില്ല എന്നുള്ളത് അതൊക്കെ ഫേസ്ബുക്ക് നമുക്ക് തരുന്ന സംഭവങ്ങളാണ്. ഞാനും ഈ പറഞ്ഞ പോലെ നമ്മൾ റിപ്പോർട്ട് പ്രോബ്ലം കൊടുത്ത് റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എനിക്കിങ്ങനെ ഫോളോ ബട്ടൺ ഇല്ല. പക്ഷെ അത് അവർക്ക് തോന്നണം, ഫേസ്ബുക്കിന് തോന്നണം നമുക്കിത് തരണം എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞ ഫോട്ടോസ് ടെക്സ്റ്റ് ഒന്നും ഇടാൻ പറ്റത്തില്ല. പിന്നെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അൺഒറിജിനൽ കണ്ടന്റ് ആയി എന്ന് പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് തന്നെ എവിടേക്കും ഒരു ബോധ്യം ഉണ്ടല്ലോ അത് എൻ്റെ അല്ല എന്നുള്ളത്. സ്വന്തം കണ്ടന്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പേജ് സേഫ് ആക്കിക്കോളൂ കേട്ടോ. അതുപോലെ ആഡ് സെന്റർ അവിടെ റിവ്യൂ കൊടുക്കാൻ കാണിക്കുന്നുണ്ട്. അത് ഏത് വീഡിയോയ്ക്ക് കുറിച്ചിട്ടാണ് പറയുന്നത്? ആഡ് സെന്ററിൽ റിവ്യൂ കാണിക്കാൻ കൊടുത്തേക്കുന്നത്. അതെന്താ ഡീറ്റെയിൽ ആയിട്ട് എന്നിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അടുത്തത് സാമ ടിപ്സ് റിപ്ലൈ തന്നതിൽ താങ്ക്സ്, ബട്ട് എൻ്റെ FB പേജ് 1 lakh ഫോളോ ആയി. മോണിറ്റൈസേഷൻ ആയപ്പോൾ ആദ്യം ഞാൻ റിന്യൂഡാണ് പറഞ്ഞത്. അയ്യോ ഞാൻ ഓർക്കുന്നില്ല. എനിവേ താങ്ക് യു. കഴിഞ്ഞ വർഷം അന്ന് റീൽസിന് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് റീൽസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം തന്നെ. പിന്നെ കഴിഞ്ഞ ആഴ്ചയാണ് റീൽസ്. ഇതുവരെ ഇഷ്യൂ മാറിയിട്ടില്ല. റീൽസിൻ്റെ കഴിഞ്ഞ ആഴ്ച വീണ്ടും FBക്ക് സ്ക്രീൻഷോട്ട് അയച്ചു. ഇപ്പോൾ റീൽസ് ഇട്ട് തുടങ്ങി, റിപ്ലൈ കിട്ടിയിട്ടില്ല. ഈ ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. നമുക്ക് പലപ്പോഴും ഫേസ്ബുക്കിൽ നിന്ന് ഒരു റിപ്ലൈ കിട്ടണമെങ്കിൽ ഭയങ്കര പ്രയാസം. അതേസമയം യൂട്യൂബിന് എന്ത് ഈസിയാണ്. മോണിറ്റൈസ് ആയവർക്കാണെങ്കിൽ അവർക്ക് നമുക്ക് അവരുടെ യൂട്യൂബ് ടീമുമായിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ലൈവ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ. ഫേസ്ബുക്ക് ശരിക്കും ആർക്കും അറിഞ്ഞൂടെ. എല്ലാവരും അറിയുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. എനിക്കും അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. പിന്നെ ഈ സംഭവം ഞാൻ പറഞ്ഞില്ലേ, അത് ഈ റീൽസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അൺഒറിജിനൽ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ സൊല്യൂഷൻ ആകാതിരിക്കത്തില്ല. കാരണം ഒരു വർഷം ഒന്നും എടുക്കത്തില്ല. പിന്നെ ആരെങ്കിലും സ്ട്രൈക്ക് തന്നതാണെന്നുണ്ടെങ്കിലാണ് പ്രശ്നം. ഒരു 3 സ്ട്രൈക്ക് കൂടുതലൊക്കെ തന്നാണെങ്കിൽ ചിലപ്പോൾ അവർ മോണിറ്റൈസേഷൻ തന്നെ എടുത്തു കളയും. പിന്നെ നമ്മുടെ ലൈഫിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. പക്ഷെ എന്താ അതിനകത്ത് എന്തോ കാണിക്കുന്നതെന്നുള്ളതൊന്ന് ഇഷ്യൂ നോക്കിയിട്ടെ, മോണിറ്റൈസേഷൻ ടാബിൽ എന്താണ് കാണിക്കുന്ന ഇഷ്യൂ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരുവാണെങ്കിൽ എനിക്ക് അതിന് റിപ്ലൈ എന്താണോ എന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റും. അത് കഴിഞ്ഞ വർഷം എല്ലാം ഡിലീറ്റ് ചെയ്തു. ഇപ്പോഴും ഇഷ്യൂ കാണിക്കുന്നെന്നാണ് പറയുന്നത്. ഇഷ്യൂ കാണിക്കുന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ്റെ ടാബിൽ ഇഷ്യൂ ഒന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ടാബിൽ കുറേ നമ്മുടെ ക്വാളിറ്റി കാണിക്കുമല്ലോ. മീൻസ് നമ്മുടെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് ആ മോണിറ്റൈസേഷൻ ടാബിൽ കാണിക്കും. മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സാധനം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അവിടെ എന്തൊക്കെയായിരിക്കും പറയുന്നത്, നിങ്ങൾ എലിജിബിൾ കൺട്രി ആണോ എന്ന് കാണിക്കും. ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ കണ്ടന്റ് ഇഷ്യൂ ഉണ്ടോ അത് കാണിക്കും. അവിടെ ഒന്ന് നോക്കിയാൽ മതി. അവിടെ ഇഷ്യൂ ഉണ്ടെന്ന് കാണിക്കുമ്പോഴാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത്. അവിടെ ഇഷ്യൂവിൽ ഗ്രീൻ ടിക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും പഠിക്കേണ്ട. പിന്നെ താഴോട്ട് നമുക്ക് ഉള്ള വാച്ചവർ, നമ്മുടെ ഫോളോവേഴ്സ് ഒക്കെ എത്രയാണെന്നുള്ളത് തൊട്ട് താഴെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് നോക്കിയോ. അവിടെ ഇഷ്യൂ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വീഡിയോ ഇട്ടു. അല്ലാന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മറ്റൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ പറയുന്നില്ല, ഇനി ഞാൻ വീഡിയോസ് കമൻസ് വായിക്കുന്നില്ല. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ടേക്കൂ. എനിക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിലീസ് വിചാരിക്കും. ബൈ.